എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. 2026 IPL സീസണിലെ 58ാം മത്സരത്തിന് വേദിയായത് ധർമ്മശാലയിലെ മഞ്ഞുമൂടിയ അതിമനോഹരമായ ഹിമാചൽ പ്രദേശ് ക്രിക്കറ്റ് അസോസിയേഷൻ സ്റ്റേഡിയമാണ്. മുംബൈ ഇന്ത്യൻസും പഞ്ചാബ് കിങ്സും തമ്മിൽ നടന്ന ഈ മത്സരം ഗാലറിയിലുണ്ടായിരുന്ന ആയിരക്കണക്കിന് കാണികളുടെ ശ്വാസം നിലപ്പിച്ച അനേകം മുഹൂർത്തങ്ങൾക്കാണ് സാക്ഷ്യം വഹിച്ചത്. ടോസ് നേടിയ മുംബൈ നായകൻ ജസ്പ്രീത് ബുംറ ധർമ്മശാലയിലെ തണുത്ത കാലാവസ്ഥയും പിച്ചിന്റെ സ്വഭാവവും മുതലെടുക്കാൻ ലക്ഷ്യമിട്ട് ആദ്യം ബോളിംഗ് തെരഞ്ഞെടുത്തു. മഞ്ഞുമൂടിയ മലനിരകൾക്കിടയിലൂടെ വീശിയിരിക്കുന്ന തണുത്ത കാറ്റിനെ വകവയ്ക്കാതെ സ്റ്റേഡിയത്തിലെ ആവേശം അതിന്റെ കൊടുമുടിയിലായിരുന്നു. പഞ്ചാബിനായി ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്യാൻ ക്രീസിലെത്തിയത് പരിചയസമ്പന്നനായ വിക്കറ്റ് കീപ്പർ ബാറ്റർ പ്രഭ്സിമ്രാൻ സിംഗും ഡൽഹിയുടെ രഞ്ജി സെൻസേഷൻ പ്രിയാൻഷ് ആര്യയുമായിരുന്നു. ക്രീസിലെത്തിയ നിമിഷം മുതൽ മുംബൈ ബോളർമാർക്ക് ഒരിളവും നൽകില്ലെന്ന ഉറച്ച തീരുമാനത്തിലായിരുന്നു അവർ. ആദ്യ ഓവർ എറിയാനെത്തിയത് സ്വിംഗ് രാജാവ് ദീപക് ചഹർ. രണ്ടാം പന്തിൽ തന്നെ തന്റെ ആക്രമണോത്സുകത വെളിപ്പെടുത്തിക്കൊണ്ട് പ്രിയാൻഷ് ആര്യ കവറിന് മുകളിലൂടെ ഒരു അതിമനോഹരമായ ക്ലാസിക് ബൗണ്ടറി പായിച്ചു. ഈ ഷോട്ട് പഞ്ചാബിന്റെ അക്കൗണ്ട് തുറക്കുക മാത്രമല്ല, മുംബൈയുടെ നെഞ്ചിലൊരു ഇടിമുഴക്കം സൃഷ്ടിക്കുകയും ചെയ്തു. ലോകത്തിലെ ഏറ്റവും അപകടകാരിയായ ഫാസ്റ്റ് ബോളർ ജസ്പ്രീത് ബുംറ രണ്ടാം ഓവർ എറിയാൻ വന്നതോടെയാണ് യഥാർത്ഥ പരീക്ഷണം ആരംഭിച്ചത്. ബുംറയുടെ ആദ്യ പന്തിൽ തന്നെ പ്രഭ്സിമ്രാൻ തന്റെ സാങ്കേതിക മികവ് കാട്ടി പന്തിന് വെറുതെ ദിശ നൽകി ഫൈൻ ലെഗിലൂടെ 4 നേടി. എന്നാൽ തൊട്ടടുത്ത പന്തിൽ ബുംറയുടെ മാന്ത്രികതയിൽ പ്രഭ്സിമ്രാൻ വീണു. പന്ത് ബാറ്റിന്റെ ഔട്ട്സൈഡ് എഡ്ജ് എടുത്ത് മിഡ് വിക്കറ്റിലേക്ക് പറന്നു. പക്ഷേ അവിടെ നിന്നിരുന്ന നമാൻ ധീർ തീർത്തും ലളിതമായ ആ ലോട്ടറി ക്യാച്ച് താഴെയിട്ടു. ഈ ജീവൻദാനം പ്രഭ്സിമ്രാന് നൽകിയ ഊർജ്ജം ചെറുതായിരുന്നില്ല. അടുത്ത പന്തിൽ തന്നെ ബാക്ക്വേർഡ് പോയിന്റിന് മുകളിലൂടെ അദ്ദേഹം തകർപ്പൻ 4 അടിച്ചു. മൂന്നാം ഓവറിൽ ദീപക് ചഹർ ഒരു സ്ലോവർ ബോളിലൂടെ തിരിച്ചുവരാൻ ശ്രമിച്ചെങ്കിലും പ്രിയാൻഷ് ആര്യ വേറൊരു ഭാവത്തിലായിരുന്നു. ക്രീസ് ഉപയോഗിച്ച് മിഡ് വിക്കറ്റിന് മുകളിലൂടെ പ്രിയാൻഷ് ഒരു ഭീമാകാരനായ ബൗണ്ടറി പറത്തി. നാലാം ഓവറിൽ വീണ്ടും ബുംറയും പ്രിയാൻഷും നേർക്കുനേർ. പ്രിയാൻഷിന്റെ ബാറ്റ് തീ തൂപ്പുകയായിരുന്നു. ആദ്യം ഒരു മനോഹരമായ കവർ ഡ്രൈവ് 4, പിന്നാലെ വന്ന ഷോർട്ട് ബോളിനെ നിർഭയം മിഡ് വിക്കറ്റിന് മുകളിലൂടെ പുൾ ചെയ്ത് മറ്റൊരു അതിഗംഭീരമായ 4. ഈ വിസ്മയ പ്രകടനം കണ്ട് ധർമ്മശാല സ്റ്റേഡിയം മുഴുവൻ പ്രിയാൻഷ് എന്ന് ആർത്തുവിളിച്ചു. അഞ്ചാം ഓവറിൽ പഞ്ചാബിന്റെ റൺ വേട്ടയ്ക്ക് തടയിടാൻ സാക്ഷാൽ ലോർഡ് ഷാർദുൽ താക്കൂർ എത്തി. എന്നാൽ പ്രഭ്സിമ്രാൻ താക്കൂറിനെ വരവേറ്റത് ഒരു ദുസ്വപ്നം പോലെയായിരുന്നു. ആദ്യ 3 പന്തുകളിലും തന്റെ മാന്ത്രിക കൈത്തണ്ടി ഉപയോഗിച്ച് ഷോർട്ട് ഫൈൻ ലെഗിലൂടെയും സ്ക്വയർ ലെഗിലൂടെയും തുടർച്ചയായ 3 ഫോറുകൾ. മുംബൈയുടെ സകല തന്ത്രങ്ങളെയും തച്ചുടച്ച ഈ പ്രകടനം പഞ്ചാബിന് വമ്പൻ സ്കോറിന്റെ അടിത്തറപാകി. എന്നാൽ ആറാം ഓവറിൽ ദീപക് ചഹർ തന്റെ ബുദ്ധിപരമായ നക്കിൾ ബോളിലൂടെ ഗംഭീര തിരിച്ചുവരവ് നടത്തി. ഒരു കൂറ്റൻ ഷോട്ടിന് ശ്രമിച്ച പ്രിയാൻഷ് ആര്യ പന്തിന്റെ ഗതി മനസ്സിലാക്കുന്നതിൽ പരാജയപ്പെടുകയും പന്ത് ലെഗ് സ്റ്റമ്പിന്റെ മുകൾ ഭാഗം പിഴുതെറിയുകയും ചെയ്തു. പവർ പ്ലേ അവസാനിക്കുമ്പോൾ പഞ്ചാബ് 1-52 എന്ന ശക്തമായ നിലയിലായിരുന്നു. ഏഴാം ഓവറിൽ ദക്ഷിണാഫ്രിക്കൻ ബോളർ കോർബിൻ ബോഷ് പന്തെറിയാനെത്തിയതോടെ റൺ നിരക്ക് അല്പം കുറഞ്ഞു. ഇതേ ഓവറിൽ പ്രഭ്സിമ്രാൻ കളിച്ച ഒരു സ്ട്രെയിറ്റ് ഡ്രൈവ് ബോഷ് തന്റെ ഫോളോ ത്രൂയിൽ കഷ്ടിച്ച് കൈപ്പിടിയിൽ ഒതുക്കാൻ ശ്രമിച്ചെങ്കിലും ക്യാച്ച് നിലത്തു വീണു. പഞ്ചാബ് ആരാധകർക്ക് ആശ്വാസത്തിന്റെ നെടുവീപ്പ്. എട്ടാം ഓവറിൽ സ്പിൻ മാന്ത്രികൻ രഘു ശർമ്മയ്ക്കെതിരെ കൂപ്പർ കൊണോലി തന്റെ വിശ്വരൂപം പുറത്തെടുത്തു. പന്തിന്റെ ഗതി മനസ്സിലാക്കി ലോങ് ഓണിന് മുകളിലൂടെ ഇന്നിംഗ്സിലെ ആദ്യത്തെ ഗഗനചുംബിയായ സിക്സർ കൊണോലി പറത്തി. ഒമ്പതാം ഓവറിൽ വിൽ ജാക്സനെതിരെ ബാക്ക് ഫൂട്ടിൽ ഒരു വെടിയുണ്ട പോലെ കൊണോലി പന്ത് ബൗണ്ടറി കടത്തി. എന്നാൽ 10ാം ഓവറിൽ കളി കൂടുതൽ സ്ഫോടകപരമായി. രഘു ശർമ്മയ്ക്കെതിരെ സ്ട്രൈക്കിലുണ്ടായിരുന്ന പ്രഭ്സിമ്മ മുട്ടുകുത്തി നിന്ന് മിഡ് വിക്കറ്റിന് മുകളിലൂടെ ഒരു തകർപ്പൻ സ്ലോഗ് സ്വീപ്പ് സിക്സർ പറത്തി. തൊട്ടടുത്ത പന്തിലും ഇത് ആവർത്തിച്ച് തുടർച്ചയായ 2 സിക്സറുകളോടെ അദ്ദേഹം മുംബൈയുടെ സ്പിൻ ആക്രമണത്തെ തച്ചുടച്ചു. ഈ തീപ്പൊരി പ്രകടനങ്ങൾക്കിടയിൽ കോർബിൻ ബോഷിന്റെ പന്തിൽ 1 റൺസ് ഓടിയെടുത്ത് പ്രഭ്സിമ്രാൻ തന്റെ അർദ്ധ സെഞ്ചുറി തികച്ചു. ഈ സീസണിൽ മുംബൈക്കെതിരെയുള്ള അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ അർദ്ധ സെഞ്ചുറിയായിരുന്നു ഇത്. 11ാം ഓവറിൽ ബോഷിന്റെ ഫുൾ ലെങ്ത് പന്തിനെ എക്സ്ട്രാ കവറിന് മുകളിലൂടെ ബൗണ്ടറി കടത്തി റൺ നിരക്ക് കുതിച്ചുയർന്നു. എന്നാൽ 12ാം ഓവറിൽ ഷാർദിൻ താക്കൂർ കളിയുടെ ഗതി മാറ്റിമറിച്ചു. കൂറ്റനടിക്ക് ശ്രമിച്ച പ്രഭ്സിമ്രാന്റെ ക്യാച്ച് കോർബിൻ ബോഷ് അതിവിദഗ്ധമായി കൈപ്പിടിയിലൊതുക്കി. പുതിയ ബാറ്ററായ ക്യാപ്റ്റൻ ശ്രേയസ് അയ്യർ ആദ്യ പന്തിൽ 4 അടിച്ചെങ്കിലും തൊട്ടടുത്ത പന്തിൽ താക്കൂറിന്റെ ഒരു തകർപ്പൻ ഔട്ട് സ്വിംഗറിൽ ക്ലീൻ ബൗൾഡായി. 13ാം ഓവറിൽ രാജ് ബാവ തന്റെ വേഗതയാൽ 21 റൺസ് എടുത്ത കൊണോലിയെ ബൗൾഡാക്കി. അവസാന പന്തിൽ സൂര്യാൻഷ് ഷെഡ്ജെ ലോങ് ഓഫിലൂടെ ഒരു മനോഹരമായ സിക്സർ നേടി. എന്നാൽ 14ാം ഓവറിൽ വീണ്ടും താക്കൂർ അവതരിച്ചു. സൂര്യാൻഷിനെ രാജ് ബാവയുടെ ഒരു മികച്ച ക്യാച്ചിലൂടെ പവലിയനിലേക്ക് അയച്ചു. ക്രീസിലെത്തിയ അസ്മത്തുള്ള ഒമർ സായി ഒരു 4ഓടെ തുടങ്ങി. 15ാം ഓവറിൽ ബോഷ് ഒമർ സായിയെ സ്ലോവർ ബോളിലൂടെ പരീക്ഷിച്ചു. 4ാം പന്തിൽ ഫോമിലുള്ള ശശാങ്ക് സിംഗിനെ LBW കുരുക്കിൽ വീഴ്ത്തി. 15 ഓവറുകൾ പിന്നിടുമ്പോൾ പഞ്ചാബ് 6-135 എന്ന പ്രതിസന്ധി ഘട്ടത്തിലായിരുന്നു. ഒമർ സായി 12 റൺസിനും മാർക്കോ യാൻസൺ റൺസ് ഒന്നും എടുക്കാതെയുമായിരുന്നു ക്രീസിൽ. അവസാന 5 ഓവറുകളിൽ ഓരോ പന്തിലും കാണികളുടെ നെഞ്ചിടിപ്പ് കൂടിക്കൊണ്ടിരുന്നു. 16ാം ഓവർ ഷാർദുൽ താക്കൂർ അതിമനോഹരമായി പന്തെറിഞ്ഞു. റൺസ് വിട്ടുകൊടുക്കാൻ പിശുക്ക് കാണിച്ചു. 17ാം ഓവറിൽ നാടകം അതിന്റെ പരമ്യത്തിലെത്തി. താക്കൂറിന്റെ ക്രോസ് സീം പന്തിൽ ഒരു വമ്പൻ ഷോട്ടിന് ശ്രമിച്ച മാർക്കോ യാൻസൺ പന്തിന്റെ താഴ്ന്ന ബൗൺസ് മനസ്സിലാക്കുന്നതിൽ പരാജയപ്പെട്ടു. മിന്നൽ വേഗത്തിൽ പന്ത് സ്റ്റമ്പ് പിഴുതെറിഞ്ഞു. പഞ്ചാബ് തീർത്തും തകർന്നടിഞ്ഞെന്ന് തോന്നിയ നിമിഷം. എന്നാൽ ക്രിക്കറ്റ് അനിശ്ചിതത്വങ്ങളുടെ കളിയാണ്.
ഓവറിലെ അവസാന പന്തിൽ ഒമർസായി ലോങ് ഓണിന് മുകളിലൂടെ ഒരു പടുകൂറ്റൻ സിക്സർ പറത്തി പഞ്ചാബ് ക്യാമ്പിലേക്ക് ജീവൻ തിരികെ കൊണ്ടുവന്നു. 18ാം ഓവർ എറിയാൻ വന്ന ദീപക് ചഹറിനെ ഒമർസായി പഞ്ഞിക്കിട്ടു. അതിവേഗ ഡബിൾ നേടിയ ശേഷം ഒരു ലോ ഫുൾ ടോസിനെ ഡീപ് സ്ക്വയർ ലെഗിലൂടെ 4 അടിച്ചു. സമനില തെറ്റിയ ചഹർ സ്ലോട്ടിലെറിഞ്ഞ അടുത്ത പന്തിനെ ഒമർസായി ലോങ് ഓഫിന് മുകളിലൂടെ ഒരു ആകാശഗംഗാ സിക്സറിന് പറത്തി. തൊട്ടടുത്ത പന്തിൽ തന്റെ മഷീലി ബലം കാട്ടി എക്സ്ട്രാ കവറിന് മുകളിലൂടെ ഒരു പരന്ന ഷോട്ട് ബൗണ്ടറി. എന്നാൽ വീണ്ടും ഒരു കൂറ്റൻ അടിക്ക് ശ്രമിച്ച ഒമർസായിയെ ദീപക് ചഹറിന്റെ സ്ലോവർ വണ്ണിൽ വിൽ ജാക്സ് ക്യാച്ചിലൂടെ മടക്കി. ആ സ്ഫോടകനായ ഇന്നിംഗ്സ് മത്സരത്തിന്റെ ഗതി തന്നെ മാറ്റിവെച്ചു. അവസാന ഓവറുകളുടെ ചുമതല സാവിയർ ബാർക്ലെറ്റും വിഷ്ണു വിനോദും ഏറ്റെടുത്തു. 19ാം ഓവറിൽ കോർബിൻ ബോഷിനെതിരെ വിഷ്ണു വിനോദ് തലയ്ക്ക് മുകളിലൂടെ അതിശക്തമായ 4 അടിച്ചു. അടുത്ത പന്ത് ഉയർത്തിയടിച്ചപ്പോൾ ഫീൽഡർ റോബിൻ തീർത്തും ലളിതമായ ഒരു ക്യാച്ച് കൈവിട്ട് പന്ത് സിക്സറായി മാറി. ബാർക്ലെറ്റും അടങ്ങിയിരുന്നില്ല. അതിശക്തമായ ഒരു 4ഉം പിന്നാലെ ലോങ് ഓണിന് മുകളിലൂടെ ഒരു ഭീമാകാരനായ സിക്സറും പറത്തി സ്കോർ 180 കടത്തി. 20ാം ഓവർ എറിയാൻ ലോകത്തിലെ ഏറ്റവും മികച്ച ഡെത്ത് ബോളർ ജസ്പ്രീത് ബുംറ തന്നെ എത്തി. ആദ്യ പന്തിലെ കൃത്യതയാർന്ന യോർക്കറിൽ ബാറ്റ്ലെറ്റിന്റെ ഇൻസൈഡ് എഡ്ജിലൂടെ പന്ത് ഫൈൻ ലെഗ് ബൗണ്ടറി കടന്നു. എന്നാൽ പിന്നീട് ബുംറ ഗംഭീരമായി തിരിച്ചുവന്നു. ബുദ്ധിമാനായ വിഷ്ണു വിനോദ് ഒരു ലോ ഫുൾ ടോസിൽ ഗ്യാപ്പ് കണ്ടെത്തി 2 റൺസ് നേടി. അവസാന പന്തിൽ ബുംറയുടെ മാരകമായ യോർക്കറിനെ വിഷ്ണു ബഹുമാനത്തോടെ പ്രതിരോധിച്ച് വിക്കറ്റ് കാത്തു. 20 ഓവറുകൾ പൂർത്തിയാകുമ്പോൾ പഞ്ചാബ് കിങ്സ് സ്കോർ ബോർഡിൽ എഴുതി ചേർത്തത് 8ന് 120 എന്ന കൂറ്റൻ ഹിമാലയൻ സ്കോർ. അവസാന 5 ഓവറിൽ മാത്രം അവർ അടിച്ചെടുത്തത് 65 റൺസ്. ബാർട്ട്ലെറ്റും വിഷ്ണു വിനോദും പുറത്താകാതെ നിന്നു. എന്നാൽ പഞ്ചാബ് കിങ്സ് ഉയർത്തിയ 200 റൺസ് എന്ന ഹിമാലയൻ ലക്ഷ്യം മുംബൈ ഇന്ത്യൻസിന് മുന്നിൽ ഒരു വലിയ ചോദ്യചിഹ്നമായി നിന്നു. എന്നാൽ അസാധ്യമായതിനെ സാധ്യമാക്കുന്ന മുംബൈയുടെ പോരാട്ടവീര്യം അന്ന് ആ സ്റ്റേഡിയം നേരിട്ട് കാണാനിരിക്കുകയായിരുന്നു. മറുപടി ബാറ്റിംഗിനിറങ്ങിയ മുംബൈക്കായി ഇന്നിംഗ്സ് തുറന്നത് ഇതിഹാസ താരം രോഹിത് ശർമ്മയും യുവ വിക്കറ്റ് കീപ്പർ ബാറ്റർ റയാൻ റിക്കൽട്ടണുമാണ്. മത്സരത്തിന്റെ ആദ്യ ഓവറുകളിൽ തന്നെ റിക്കൽട്ടൺ തന്റെ നയം വ്യക്തമാക്കി. പഞ്ചാബ് ബൌളർമാർക്ക് ഒട്ടും ആശ്വാസം നൽകാത്ത പ്രകടനമായിരുന്നു ആ യുവതാരത്തിന്റേത്. 2ാം ഓവറിൽ അസ്മതുള്ള ഉമർസായിയുടെ പന്തിൽ ബാക്ക്വേർഡ് സ്ക്വയർ ലെഗിന് മുകളിലൂടെ സിക്സർ പറത്തിക്കൊണ്ട് റിക്കൽട്ടൺ തന്റെ വെടിക്കെട്ടിന് തുടക്കമിട്ടു. മാർക്കോ യാൻസൻ എറിഞ്ഞ 3ാം ഓവറിൽ റിക്കൽട്ടൺ കൂടുതൽ അപകടകാരിയായി മാറി. തുടർച്ചയായ പന്തുകളിൽ സിക്സറും 4കളും നേടി യാൻസനെ അദ്ദേഹം സമ്മർദ്ദത്തിലാക്കി. 4ാം ഓവറിൽ സേവിയർ ബാറ്റ്ലെറ്റിനെയും അദ്ദേഹം വെറുതെ വിട്ടില്ല. ഡീപ് സ്ക്വയർ ലെഗിന് മുകളിലൂടെ മനോഹരമായൊരു സിക്സറും തുടർന്ന് അതിശക്തമായൊരു ബൗണ്ടറിയും നേടി മുംബൈയുടെ സ്കോർ ബോർഡിന് റോക്കറ്റ് വേഗം നൽകി. മറുവശത്ത് റിക്കൽട്ടൺ കൊടുങ്കാട്ടായി മാറുമ്പോൾ രോഹിത് ശർമ്മ ശാന്തനായി നിലയുറപ്പിച്ചു. 6ാം ഓവറിൽ ബാറ്റ്ലെറ്റിനെതിരെ ഡീപ് മിഡ് വിക്കറ്റിന് മുകളിലൂടെ തന്റെ വിന്റേജ് ശൈലിയിൽ രോഹിത് നേടിയ സിക്സർ കാണികളെ ഹരം കൊള്ളിച്ചു. പവർ പ്ലേ അവസാനിക്കുമ്പോൾ മുംബൈ മികച്ച നിലയിലായിരുന്നു. എന്നാൽ 7ാം ഓവറിൽ ഒമർസായിയുടെ പന്തിൽ ഫ്ലിക്ക് ചെയ്യാൻ ശ്രമിച്ച റിക്കൽട്ടനെ പ്രിയാൻ ഷാരിയ കൈപ്പിടിയിലാക്കുന്നതോടെ പഞ്ചാബ് മത്സരത്തിലേക്ക് തിരിച്ചുവന്നു. റിക്കൽട്ടന്റെ വീഴ്ചയ്ക്ക് ശേഷം ക്രീസിലെത്തിയ നമൻധീർ ഒമർസായിയെ സിക്സർ പറത്തി വരവറിയിച്ചെങ്കിലും മാർക്കോ യാൻസന്റെ ബൗൺസറിൽ അർഷ്ദീപ് സിംഗിന് ലളിതമായൊരു ക്യാച്ച് നൽകി അദ്ദേഹം മടങ്ങി. മത്സരത്തിലെ ഏറ്റവും വലിയ വഴിത്തിരിവ് വന്നത് 10ാം ഓവറിലായിരുന്നു. മാന്ത്രിക സ്പിന്നർ യുസ്വേന്ദ്ര ചാഹൽ പന്തെറിയാനെത്തി. ചാഹലിന്റെ അതിവേഗത്തിലുള്ള ഒരു ലെഗ് ബ്രേക്ക് രോഹിത് ശർമ്മയുടെ ഓഫ് സ്റ്റംപ് പിഴുതെറിഞ്ഞു. വലിയൊരു ഇന്നിംഗ്സ് കളിക്കാൻ കെൽപ്പുള്ള രോഹിത് വീണതോടെ പഞ്ചാബ് ക്യാമ്പ് വിജയപ്രതീക്ഷയിലായി. മുംബൈയുടെ സ്കോറിംഗ് നിരക്ക് പതുക്കെ കുറയാൻ തുടങ്ങി. സമ്മർദ്ദഘട്ടത്തിൽ ക്രീസിലൊന്നിച്ച തിലക് വർമ്മയും ഷെർഫീൻ റിദർഫോർഡും ഇന്നിംഗ്സ് കെട്ടിപ്പടുക്കാൻ തുടങ്ങി. 11ാം ഓവറിൽ ബാറ്റ്ലെറ്റിനെതിരെ തുടർച്ചയായ 2 ബൗണ്ടറികൾ നേടി തിലക് തന്റെ ഫോം തെളിയിച്ചു. 13ാം ഓവറിൽ ഒമർസായിയെ ഡീപ് ബാക്ക്വേർഡ് സ്ക്വയർ ലെഗിന് മുകളിലൂടെ സിക്സർ പറത്തിക്കൊണ്ട് തിലക് ഗിയർ മാറ്റി. 16ാം ഓവറിൽ യുസ്വേന്ദ്ര ചാഹലിനെതിരെ ഒരു പടുകൂറ്റൻ സിക്സർ നേടിക്കൊണ്ട് തിലക് തന്റെ അർദ്ധ സെഞ്ചുറിക്ക് അടുത്തു. 106 മീറ്റർ ദൂരത്തേക്ക് പറന്ന ആ പന്ത് മത്സരത്തിൽ തന്നെ ഏറ്റവും വലിയ സിക്സറായിരുന്നു. എന്നാൽ തൊട്ടടുത്ത ഓവറിൽ വലിയ ഷോട്ടിന് ശ്രമിച്ച റുദർഫോർഡിനെ ഒമർസായിയുടെ പന്തിൽ സേവിയർ ബാറ്റ്ലെറ്റ് ക്യാച്ച് എടുത്തു പുറത്താക്കി. വീണ്ടും മത്സരം പഞ്ചാബിന്റെ വരുതിയിലായെന്ന് തോന്നിപ്പിച്ചു. അവസാന 4 ഓവറുകളിൽ മുംബൈക്ക് ജയിക്കാൻ 1 സ്കോർ വേണമായിരുന്നു. ക്രീസിൽ തിലക് വർമ്മയ്ക്കൊപ്പം വെടിക്കെട്ട് വീരൻ വിൽ ജാക്സ് ഒന്നിച്ചു. 18ാം ഓവർ എറിയാനെത്തിയ മാർക്കോ യാൻസനെ തിലക് വർമ്മ അക്ഷരാർത്ഥത്തിൽ പിച്ച് ചീറി. ഒരു സ്ലോവർ ബോളിൽ ഡീപ് ബാക്ക്വേർഡ് സ്ക്വയർ ലെഗിന് മുകളിലൂടെ സിക്സർ നേടി വെറും 25 പന്തിൽ തന്നെ തിലക് തന്റെ അർദ്ധ സെഞ്ചുറി പൂർത്തിയാക്കി. അതേ ഓവറിൽ തന്നെ ബൌളറുടെ തലയ്ക്ക് മുകളിലൂടെ മനോഹരമായൊരു ബൗണ്ടറിയും തുടർന്നൊരു സിക്സറും ഉൾപ്പെടെ ആ ഓവറിൽ നിന്ന് 22 റൺസാണ് മുംബൈ അടിച്ചെടുത്തത്. 19ാം ഓവറിൽ അർഷ്ദീപ് സിംഗിനെതിരെ വിൽ ജാക്സ് തന്റെ വിശ്വരൂപം പുറത്തെടുത്തു. ഒരു വൈഡ് യോർക്കർ ശ്രമത്തെ അതിമനോഹരമായി കട്ട് ചെയ്ത് സിക്സർ നേടിയ ജാക്സ് തൊട്ടടുത്ത പന്തിൽ 4ഉം നേടി മുംബൈയെ വിജയത്തിന്റെ പടിവാതിൽക്കലെത്തിച്ചു. അവസാന ഓവറിൽ ബാറ്റ്ലെറ്റ് പന്തെറിയാനെത്തുമ്പോൾ സ്റ്റേഡിയം ആകാംക്ഷയുടെ മുൾമുനയിലായിരുന്നു. ആ ഓവറിലെ ആദ്യ പന്തിൽ തന്നെ വിൽ ജാക്സ് ലോങ് ഓഫിന് മുകളിലൂടെ തകർപ്പൻ സിക്സർ നേടി.
19.4 ഓവറിൽ ബാറ്റ്ലറ്റിന്റെ സ്ലോവർ ഷോട്ട് ബോൾ കവറിന് മുകളിലൂടെ പറത്തിക്കൊണ്ട് തിലക് വർമ്മ സ്കോർ ഒപ്പമെത്തിച്ചു. തൊട്ടടുത്ത പന്തിൽ ഒരു ഗംഭീര സിക്സറിലൂടെ തിലക് വർമ്മ മുംബൈക്ക് ആവേശകരമായ വിജയം സമ്മാനിച്ചു. പഞ്ചാബ് ക്യാമ്പിന്റെ ഹൃദയം തകർത്തുകൊണ്ട് ധർമ്മശാലയുടെ മഞ്ഞുമൂടിയ ആകാശത്തിന് കീഴിൽ മുംബൈ ഇന്ത്യൻസ് തങ്ങളുടെ അവിസ്മരണീയമായ പോരാട്ടവീര്യം ഒരിക്കൽ കൂടി തെളിയിച്ചു. അസാധ്യമായതിനെ സാധ്യമാക്കുന്നതാണ് മുംബൈ ഇന്ത്യൻസിന്റെ DNA എന്നവർ അന്ന് രാത്രി വീണ്ടും ലോകത്തിന് കാണിച്ചുകൊടുത്തു. റയാൻ റിക്കൽട്ടന്റെയും രോഹിത് ശർമ്മയുടെയും കൊടുഞ്ഞാട്ട് പോലുള്ള തുടക്കത്തിനു ശേഷം പഞ്ചാബ് ഒന്ന് തിരിച്ചു വന്നതാണ്. എന്നാൽ സമ്മർദ്ദത്തിന്റെ നെറുകയിൽ നിഷ്കരുണം ബാറ്റ് വീശിയ തിലക് വർമ്മ എന്ന യുവസിംഹം പഞ്ചാബിന്റെ കണക്കുകൂട്ടലുകൾ എല്ലാം തെറ്റിച്ചു. പരാജയത്തിന്റെ വക്കിൽ നിന്നും വെറും 33 പന്തിൽ 75 റൺസ് നേടി പുറത്താകാതെ നിന്ന തിലക് വർമ്മയും അവസാന നിമിഷം വിനാശകാരിയായി മാറിയ വിൽ ജാക്സും ചേർന്ന് ആ തീപരിയെ ഒരു മഹാവിജയമാക്കി മാറ്റി. ഒരു റോളർ കോസ്റ്റർ റൈഡ് പോലെ പ്രതീക്ഷകളും നിരാശകളും മാറിമറിഞ്ഞ് അവസാന പന്തുവരെ കാണികളുടെ ശ്വാസം നിലപ്പിച്ച ഈ മത്സരം വരും തലമുറകൾക്കും ഒരാവേശമായി നിലനിൽക്കും. പരാജയപ്പെട്ടെങ്കിലും സ്വന്തം കാണികൾക്ക് മുന്നിൽ ഇതിഹ്രോചിതമായ പോരാട്ടം കാഴ്ചവെച്ച പഞ്ചാബിന് തലയുയർത്തി തന്നെ മടങ്ങാം. എന്നാൽ ധർമ്മശാലയിലെ ഈ മാന്ത്രിക രാത്രി മുംബൈ ഇന്ത്യൻസിന്റെയും അവരുടെ അവിസ്മരണീയമായ പോരാട്ട വീര്യത്തിന്റെയും പേരിലാകും കാലമടയാളപ്പെടുത്തുക. ക്രിക്കറ്റ് എന്ന മഹാ അദ്ഭുതത്തിന്റെ ഏറ്റവും മനോഹരവും നാടകീയവുമായ മുഖമാണ് നാം കണ്ടത്. ജയം മുംബൈക്കൊപ്പമാണെങ്കിലും ആ രാത്രി യഥാർത്ഥത്തിൽ വിജയിച്ചത് ക്രിക്കറ്റും ആവേശത്തെ നെഞ്ചിലേറ്റുന്ന കോടിക്കണക്കിന് ആരാധകരുമാണ്. എന്തായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ്? അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.